ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ച് നിക്ഷേപകർ. ഇന്ന് ചേർന്ന അടിയന്തര ജനറൽ ബോഡി യോഗത്തിലാണ് ഒരു വിഭാഗം നിക്ഷേപകർ ഇക്കാര്യം അറിയിച്ചു. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ജിൽബി, ഈ ബൈജൂസ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. ഇതിനിടെ ബൈജു രവീന്ദ്രൻ രാജ്യം വിട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം അദ്ദേഹം ദുബായിലുണ്ടെന്നുള്ള വാർത്തകൾ വരികയും ചെയ്യുന്നു. നിലവിൽ ബൈജൂസ് ആപ്പിൻ്റെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണോ? സിജു, ഇപ്പോൾ ബൈജു രവീന്ദ്രന് കഴിഞ്ഞ ദിവസമായിരുന്നു ED ലുക്കൌട്ട് നോട്ടീസ് നൽകിയത്. അതായത് രാജ്യം വിടരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയെങ്കിലും രാജ്യം വിട്ടതായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുബായിലേക്ക് ബൈജു കടന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഈ ലുക്കൌട്ട് നോട്ടീസും അതുപോലെ തന്നെ ഈ രാജ്യം വിടലുമൊക്കെ ഇപ്പോൾ ഈ ബൈജു രവീന്ദ്രന്റെ ഈ ബോർഡിനെ പുറത്താക്കാൻ നിക്ഷേപകരുടെ യോഗം, അതായത് മാർക്ക് സക്കർബർഗ് അടക്കമുള്ളവരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരെ ബൈജു കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയൊക്കെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു യോഗം ചേർന്നതിന് പിന്നാലെ, അതായത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ യോഗത്തിൽ ഇന്നിപ്പോൾ ഈ നിക്ഷേപകർ ഉന്നയിച്ചിരിക്കുന്നത് ബൈജു രവീന്ദ്രന് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ ഈ നിക്ഷേപകർ ഇപ്പോൾ സമീപിച്ചു. അവർ ഹർജിയിലും ചൂണ്ടിക്കാട്ടുന്നത് ഇതേ വിവരം തന്നെയാണ്. അതായത് ബൈജു രവീന്ദ്രന്റെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ്. CEO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. തീർച്ചയായും സിജു, അത്തരത്തിലുള്ള ആവശ്യമാണ് നിക്ഷേപകർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസവും ഈ ബൈജു രവീന്ദ്രൻ ഓഹരി ഉടമകൾക്കൊക്കെ കത്തയച്ചപ്പോൾ വ്യക്തമാക്കിയത് കമ്പനിയുടെ ഭരണം നവീകരിക്കുമെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടുള്ള കത്തൊക്കെ ഇത്തരത്തിൽ ഓഹരി ഉടമകൾക്ക് ബൈജു രവീന്ദ്രൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബൈജുവിന്റെ ഈ കമ്പനി അല്ലെങ്കിൽ ആ CEO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഈ നിക്ഷേപകർ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് വിവരങ്ങൾ നൽകിയത് ബൈജു രവീന്ദ്രനെതിരെ, ബൈജൂസ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിക്ഷേപകർ. ഇന്ന് അടിയന്തര ജനറൽ ബോഡി ചേർന്നു. ബൈജു രവീന്ദ്രനെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത്.